ഹലോ എവരിവൺ, എല്ലാവർക്കും പാത്വേസ് അക്കാദമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് NSO, സുപ്രീം കോർട്ട് കൊളീജിയം, ഷാങ്ക്രീല ഡയലോഗ്, നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ, ഹൂത്തീസ്. അപ്പോൾ അതിൽ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് NSOയെ കുറിച്ച്. ഈ NSO അല്ലെങ്കിൽ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസിനെ കുറിച്ച് ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ 2023-24 സാമ്പത്തിക വർഷത്തിലുള്ള സാമ്പത്തിക വളർച്ചയായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ GDP ഗ്രോത്തുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു വാർത്ത ഇന്നത്തെ ഹിന്ദുവിൻ്റെ പേജ് 1 വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഈ ഒരു ടോപ്പിക് ഡിസ്കസ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. ഈ NSO അല്ലെങ്കിൽ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ യൂണിയൻ മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ്റെ കീഴിൽ വരുന്ന 2 വിങ്സ് ഉണ്ട്, അല്ലെങ്കിൽ 2 ഡിവിഷൻസ് ഉണ്ട്. അതിനകത്തൊരു ഡിവിഷനാണ് ഈ NSO എന്ന് പറയുന്നത്. അപ്പോൾ ഈ മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷനകത്ത് വരുന്ന ഒരു വിങ് എന്ന് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഈ സ്റ്റാറ്റിസ്റ്റിക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിങ്ങിൻ്റെ പേരാണ് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു വിങ് ഉണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ വിങ് ആയിട്ടുള്ള നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസിനെ കുറിച്ചാണ്. ഈ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസിനകത്ത് അതിൻ്റെ കീഴിൽ 2 എൻറ്റിറ്റീസ് ആണ് വരുന്നത്. ഒന്നൊരു സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് അല്ലെങ്കിൽ CSO ഉണ്ട്. അതുപോലെ തന്നെ രണ്ടാമതായിട്ട് കമ്പ്യൂട്ടർ സെൻറ്റർ ആൻഡ് നാഷണൽ സാമ്പിൾ സർവേ ഓഫീസ് അല്ലെങ്കിൽ NSSO എന്ന് പറയുന്ന ഒരെണ്ണമുണ്ട്. അപ്പോൾ ഈ പറയുന്ന NSO അല്ലെങ്കിൽ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസിനെ ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റി ആയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് 2019 അതുവരെ 2 ഇൻഡിപെൻഡൻറ്റ് എൻറ്റിറ്റീസ് ആയിട്ട് അല്ലെങ്കിൽ 2 സെപ്പറേറ്റ് എൻറ്റിറ്റീസ് ആയിട്ട് വർക്ക് ചെയ്തിരുന്ന NSSOനെയും അതുപോലെ തന്നെ CSOനെയും മേർജ് ചെയ്തിട്ടാണ് ഈ NSO ഫോം ചെയ്യുന്നത്. ഇനി ഇവരുടെ NSOയുടെ ഫങ്ഷൻസ് ആയിട്ട് പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഇവരുടെ ജോലികളായിട്ട് പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന്, നമ്മുടെ ഇന്ത്യയിലുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ സിസ്റ്റത്തിൻ്റെ പ്ലാൻഡ് ഡെവലപ്മെൻറ്റിനകത്ത് ഒരു നോഡൽ ഏജൻസി ആയിട്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് ഇന്ത്യയിലുള്ള ഡിഫറെൻറ്റ് മിനിസ്ട്രീസ് അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റുകൾ, ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ വരുന്ന വ്യത്യസ്തമായിട്ടുള്ള മിനിസ്ട്രീസും ഡിപ്പാർട്ട്മെൻറ്റുകളും അവരുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ വർക്ക്സിനെ കോർഡിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. മൂന്നാമതായിട്ട് പറയുന്നത് ഇന്ത്യയുടെ നാഷണൽ അക്കൗണ്ട്സ്, അതായത് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ഉൾപ്പെടെയുള്ള നാഷണൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുക. അതുപോലെ തന്നെ നാഷണൽ പ്രൊഡക്റ്റിൻ്റെ GNP പോലുള്ള നാഷണൽ പ്രൊഡക്റ്റിൻ്റെ ആനുവലായിട്ടുള്ള പബ്ലിക്കേഷൻ നടത്തുക. അല്ലെങ്കിൽ നമ്മുടെ നാഷണൽ പ്രൊഡക്റ്റിനെ പബ്ലിഷ് ചെയ്യാം, വർഷാവർഷം പബ്ലിഷ് ചെയ്യുക. അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻസുമായിട്ട് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ലിയാസൺ മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയും. ഇപ്പോൾ ഉദാഹരണത്തിന് ഇൻ്റർനാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻസ് ആയിട്ടുള്ള യുണൈറ്റഡ് നേഷൻസ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിവിഷൻ അല്ലെങ്കിൽ UNSD, അതുപോലെ തന്നെ എക്കണോമിക് ആൻഡ് സോഷ്യൽ കമ്മീഷൻ ഫോർ ഏഷ്യ ആൻഡ് ദി പസഫിക് UNESCAP എന്ന് പറയും, IMF, ADB, ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ, ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ, ഇത്തരത്തിലുള്ള ഇൻ്റർനാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻസുമായിട്ട് ലിയാസൺ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ ഇന്ത്യയിൽ എല്ലാ മാസവും ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ അത് കമ്പൈൽ ചെയ്യുകയും അതുപോലെ തന്നെ റിലീസ് ചെയ്യുകയും ചെയ്യുക. അതുപോലെ തന്നെ ഇന്ത്യയിലെ ആനുവൽ സർവേ ഓഫ് ഇൻഡസ്ട്രീസ് കണ്ടക്ട് ചെയ്യുക. അതുപോലെ ഇന്ത്യയിലെ ഓർഗനൈസ്ഡ് മാനുഫാക്ചറിങ് സെക്ടറിൻ്റെ ഗ്രോത്ത്, അതുപോലെ തന്നെ കോമ്പോസിഷന്, സ്ട്രക്ചർ, ഈ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്സൽ ഇൻഫർമേഷൻസ് അസസ് ചെയ്യുക, ഇവാലുവേറ്റ് ചെയ്യുക, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചേഞ്ചസ് ഉണ്ടെങ്കിൽ അതൊക്കെ റെക്കോർഡ് ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയുടെ പീരിയോഡിക് ആയിട്ടുള്ള ഓൾ ഇന്ത്യ എക്കണോമിക് സെൻസസ് ഓർഗനൈസ് ചെയ്യുകയും കണ്ടക്ട് ചെയ്യുക. അതിൻ്റെ ഫോളോ അപ്പ് ആയിട്ടുള്ള എൻ്റർപ്രൈസസ് സർവേ കണ്ടക്ട് ചെയ്യുക. ഇതൊക്കെയാണ് ഈ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസിൻ്റെ ഫങ്ഷൻസ് ആയിട്ട് പറയുന്നത്. ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് സുപ്രീം കോർട്ട് കൊളീജിയത്തെ കുറിച്ചാണ്. അപ്പോൾ സുപ്രീം കോർട്ട് കൊളീജിയത്തെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനുള്ള കാരണം, ഈ സുപ്രീം കോർട്ട് കൊളീജിയത്തിനകത്ത് ഹൈക്കോടതി ജഡ്ജിമാരുടെ അപ്പോയിൻമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് കൊളീജിയം എടുക്കുന്ന ഡിസിഷൻസിനകത്ത് അല്ലെങ്കിൽ കൊളീജിയം എടുക്കുന്ന തീരുമാനങ്ങളെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഡൽഹി ഹൈക്കോർട്ടിൽ ഒരാൾ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു, ഒരു പെറ്റീഷൻ ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പെറ്റീഷൻ തള്ളിയതായിട്ടുള്ളൊരു വാർത്ത ഇന്നത്തെ ഹിന്ദുവിൻ്റെ പേജ് 9 വന്നിട്ടുണ്ട്. ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. ഈ കൊളീജിയം സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിൽ നിലവിലുള്ള ഹയർ ജുഡീഷ്യറിയിലേക്ക് അല്ലെങ്കിൽ ഹൈക്കോർട്ടിലേക്കും സുപ്രീം കോർട്ടിലേക്കുള്ള ജഡ്ജിമാരുടെ അപ്പോയിൻമെൻറ്റിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട റോള് വഹിക്കുന്ന ഒരു സ്ഥാപനമാണ് അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ മെക്കാനിസമാണ് ഈ പറയുന്ന കൊളീജിയം സിസ്റ്റം എന്ന് പറയുന്നത്. പക്ഷേ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ഒരിടത്തും പറഞ്ഞിട്ടില്ലാത്ത ജുഡീഷ്യൽ ഇൻ്റർപ്രിട്ടേഷൻസിലൂടെ ഫോം ചെയ്തിട്ടുള്ളൊരു എൻറ്റിറ്റിയാണ് അല്ലെങ്കിൽ ഒരു ഫോമാണ് ഈ പറയുന്ന കൊളീജിയം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഒറിജിനെ കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആർട്ടിക്കിൾ 124-നകത്തും 217-നകത്തുമാണ്
ഇന്ത്യയിൽ ഹൈക്കോർട്ടിലേക്കും സുപ്രീം കോർട്ടിലേക്കുള്ള ജഡ്ജിമാരുടെ അപ്പോയിൻമെന്റിനെ കുറിച്ച് പറയുന്നത്. ആർട്ടിക്കിൾ 124 സുപ്രീം കോടതി ജഡ്ജിമാരുടെ അപ്പോയിൻമെന്റിനെ കുറിച്ചും ആർട്ടിക്കിൾ 217 ഹൈക്കോടതി ജഡ്ജിമാരുടെ അപ്പോയിൻമെന്റിനെ കുറിച്ചുമാണ് പറയുന്നത്. അപ്പോൾ ഈ ആർട്ടിക്കിൾ 124 217 അനുസരിച്ച് സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ജഡ്ജിമാരെ അപ്പോയിന്റ് ചെയ്യാനുള്ള അധികാരം ഇന്ത്യൻ പ്രസിഡന്റിനാണെങ്കിലും അത് ജുഡീഷ്യറിയുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് മാത്രമേ ഈ അപ്പോയിൻമെന്റ് നടത്താൻ പറ്റൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ ഉള്ളൊരു ചോദ്യം ഈ കൺസൾട്ടേഷൻ എന്നുള്ളത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് 1981 ഒരു കേസ് വന്നിട്ടുണ്ടായിരുന്നു. ആ കേസിന്റെ പേരാണ് SP ഗുപ്ത വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന കേസ്. അല്ലെങ്കിൽ ഇത് പോപ്പുലർലി അറിയപ്പെടുന്നത് ഫസ്റ്റ് ജഡ്ജസ് കേസ് എന്നുള്ള പേരിലാണ്. അപ്പോൾ ഈ ഫസ്റ്റ് ജഡ്ജസ് കേസിനകത്ത് അല്ലെങ്കിൽ SP ഗുപ്ത കേസിനകത്ത് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ടായിരുന്നത് കൺസൾട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിയർ എക്സ്ചേഞ്ച് ഓഫ് ഒപ്പീനിയൻസ് ആണ്. അതായത് ജഡ്ജിമാരെ അപ്പോയിന്റ് ചെയ്യുന്ന സമയത്ത് പ്രസിഡന്റ് ജുഡീഷ്യറിയുമായിട്ട് കൺസൾട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജുഡീഷ്യറിയുടെ ഭാഗത്തു നിന്നുള്ള, അതായത് അവരുടെ വേർഷൻ അല്ലെങ്കിൽ അവരുടെ അഭിപ്രായം തേടുക, അവരുടെ അഭിപ്രായം കേൾക്കുക എന്നുള്ളത് മാത്രമാണ്. ആ അഭിപ്രായം പ്രസിഡന്റിൽ ബൈൻഡിങ് അല്ല എന്ന് പറയുന്നുണ്ട്. സോ ദാറ്റ് മീൻസ് പ്രസിഡന്റിൽ ബൈൻഡിങ് അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹയർ ജുഡീഷ്യറിയിലേക്കുള്ള ജഡ്ജിമാരെ അപ്പോയിന്റ് ചെയ്യുന്ന കാര്യത്തിൽ എക്സിക്യൂട്ടീവിന് കംപ്ലീറ്റ് ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ ഉണ്ടെന്ന് അർത്ഥം. പക്ഷേ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പിന്നീട് ഈ SP ഗുപ്ത കേസിന്റെ വിധിയൊക്കെ ചോദ്യം ചെയ്തുകൊണ്ട് പിന്നീട് 1993 ഒരു കേസ് വരുന്നുണ്ട്. അത് പോപ്പുലർലി അറിയപ്പെടുന്നത് സെക്കൻഡ് ജഡ്ജസ് കേസ് എന്നാണ്. ഇത് ഒഫീഷ്യലായിട്ട് ആ കേസിന്റെ പേര് സുപ്രീം കോർട്ട് അഡ്വക്കേറ്റ്സ് ഓൺ റെക്കോർഡ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്നാണ്. അപ്പോൾ ഈ കേസിനകത്ത് സുപ്രീം കോടതി SP ഗുപ്ത കേസിന്റെ ഈ വിധിനെ ഓവർ റൂൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, SP ഗുപ്ത കേസിനകത്ത് പറഞ്ഞതുപോലെ കൺസൾട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എക്സ്ചേഞ്ച് ഓഫ് ഒപ്പീനിയൻസ് മാത്രമല്ല, അത് കൺകറൻസ് ആണെന്ന് പറയുന്നത്. കൺകറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുപ്രീം കോർട്ടിലെ ജഡ്ജിമാരെ ഇന്ത്യൻ പ്രസിഡന്റ് അപ്പോയിന്റ് ചെയ്യുന്ന സമയത്ത് ആ അപ്പോയിന്റ് ചെയ്യുന്ന ആളുകളുടെ പേരുകൾ സുപ്രീം കോടതിയിലെ ജഡ്ജിമാർ കൺകർ ചെയ്യണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, സുപ്രീം കോർട്ടിലെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയുടെ അപ്പോയിന്റ്മെന്റിന്റെ കേസിൽ സീനിയർ മോസ്റ്റ് ജഡ്ജ് ആയിട്ടുള്ള ആളെ മാത്രമേ നോർമലി ചീഫ് ജസ്റ്റിസ് ആയിട്ട് അപ്പോയിന്റ് ചെയ്യാൻ പറ്റൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ 1970s ഈ സീനിയോറിറ്റിനെ മറികടന്നുകൊണ്ട് 2 പ്രാവശ്യം ഈ ചീഫ് ജസ്റ്റിസിനെ അപ്പോയിന്റ് ചെയ്തിട്ടുള്ള ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് ഇനി പറ്റില്ല എന്നർത്ഥം. രണ്ടാമതായിട്ട് സുപ്രീം കോർട്ടിലെ മറ്റുള്ള ജഡ്ജിമാരെ അപ്പോയിന്റ് ചെയ്യുന്ന സമയത്ത് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ പ്ലസ് സുപ്രീം കോർട്ടിലെ 2 സീനിയർ മോസ്റ്റ് ജഡ്ജിമാർ ഇവരുടെ അഭിപ്രായം അല്ലെങ്കിൽ ഇവരുടെ കൺകറൻസോട് കൂടി മാത്രമേ സുപ്രീം കോർട്ടിലെ മറ്റുള്ള ജഡ്ജിമാരെ അപ്പോയിന്റ് ചെയ്യാൻ പറ്റൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതോട് കൂടിയിട്ടാണ് ഈ സുപ്രീം കോർട്ടിലെ ജഡ്ജിമാരെ അപ്പോയിന്റ് ചെയ്യാൻ എക്സിക്യൂട്ടീവിന് ഉണ്ടായിരുന്ന കംപ്ലീറ്റ് ഡിസ്ക്രിഷണറി പവർ അങ്ങ് ഇല്ലാതാവുന്നത്. കാരണം ഈ പറയുന്ന ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയും 2 സീനിയർ മോസ്റ്റ് ജഡ്ജിമാരും അടങ്ങുന്ന ഒരു ബോഡി അപ്രൂവ് ചെയ്താൽ മാത്രമേ, അല്ലെങ്കിൽ ഇവരുടെ സമ്മതത്തോടു കൂടി മാത്രമേ സുപ്രീം കോർട്ടിലെ മറ്റുള്ള ജഡ്ജിമാരെ അപ്പോയിന്റ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഇത് പ്രാക്ടിക്കലി വർക്ക് ചെയ്യുന്നത് സുപ്രീം കോർട്ടിൽ ഒരു ജഡ്ജിന്റെ വേക്കൻസി വന്നു കഴിഞ്ഞാൽ ഈ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ പ്ലസ് 2 ജഡ്ജിമാരടങ്ങുന്ന ഒരു കൊളീജിയം വന്നിട്ട് അവർ പേരുകൾ റെക്കമെൻഡ് ചെയ്യും. ആ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള പേരിൽ നിന്നുള്ള ആൾക്കാരെ മാത്രമേ ഈ ഇന്ത്യൻ പ്രസിഡന്റിന് സുപ്രീം കോർട്ടിലേക്ക് അപ്പോയിന്റ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഈ ഒരു വിധിക്കകത്ത് ക്ലാരിറ്റി പോരാന്നും പറഞ്ഞുകൊണ്ട് 1998 ആർട്ടിക്കിൾ 143 അനുസരിച്ച് ഇന്ത്യൻ പ്രസിഡന്റ് സുപ്രീം കോടതിയുടെ അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ അനുസരിച്ച് സുപ്രീം കോടതിയെ സമീപിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഈ 143 അനുസരിച്ചിട്ടുള്ള ഒരു സ്പെഷ്യൽ റെഫറൻസ് കേസ് വരുന്നത്. അത് അൺഒഫീഷ്യലി അറിയപ്പെടുന്നത് അല്ലെങ്കിൽ പോപ്പുലർലി അറിയപ്പെടുന്നത് തേർഡ് ജഡ്ജസ് കേസ് എന്നാണ്. അപ്പോൾ ഈ തേർഡ് ജഡ്ജസ് കേസിലൂടെയാണ് ഇന്ന് നമ്മൾ കാണുന്ന കൊളീജിയം സിസ്റ്റം നിലവിൽ വരുന്നത്. അപ്പോൾ ഈ തേർഡ് ജഡ്ജസ് കേസിനകത്ത് സുപ്രീം കോടതി സെക്കൻഡ് ജഡ്ജസ് കേസിന്റെ വിധിനെ ശരിവെച്ചു എന്ന് മാത്രമല്ല ഈ കൊളീജിയത്തിനെ അങ്ങ് എക്സ്പാൻഡ് ചെയ്തു. അതായത് സുപ്രീം കോർട്ടിലെ ജഡ്ജിമാർ അപ്പോയിന്റ് ചെയ്യുന്ന സമയത്ത് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയും 4 സീനിയർ മോസ്റ്റ് ജഡ്ജിമാരും അടങ്ങുന്ന ഒരു കൊളീജിയത്തിന്റെ റെക്കമെൻഡേഷൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ സുപ്രീം കോർട്ടിലെ ചീഫ് ജസ്റ്റിസ് അല്ലാത്ത മറ്റുള്ള ജഡ്ജിമാരെ അപ്പോയിന്റ് ചെയ്യാൻ പറ്റൂ എന്ന് പറയുന്നുണ്ട്. ഇനി ഹൈക്കോടതി ജഡ്ജിമാരുടെ കേസിലാണെങ്കിൽ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ പ്ലസ് സുപ്രീം കോർട്ടിലെ സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള 2 ജഡ്ജിമാർ ഇത്തരത്തിലുള്ള കൊളീജിയത്തിന്റെ റെക്കമെൻഡേഷൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഹൈക്കോടതി ജഡ്ജിമാരെ അപ്പോയിന്റ് ചെയ്യാൻ പറ്റൂ എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇവരുടെ റെക്കമെൻഡേഷൻ വേണമെങ്കിൽ ഇന്ത്യൻ പ്രസിഡന്റിന് തിരിച്ചയക്കാം. അതുപോലെ തന്നെ ഈ റെക്കമെൻഡേഷൻ വന്നു കഴിഞ്ഞാലും അത് എത്ര ദിവസത്തിനകത്ത് അതിൻ്റെ പുറത്ത് ഇന്ത്യൻ പ്രസിഡന്റ് തീരുമാനം എടുക്കണമെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ പലപ്പോഴും സെൻട്രൽ ഗവൺമെന്റിന് ഇഷ്ടമില്ലാത്ത ആൾക്കാരുടെ പേര് ഈ കൊളീജിയം റെക്കമെൻഡ് ചെയ്യുന്ന സമയത്ത് ഗവൺമെന്റ് ചെയ്യാറുള്ളത് ഇവരെ അപ്പോയിന്റ് ചെയ്യാത്തത് പെൻഡിങ്ങിൽ വെക്കും, തിരിച്ചയക്കുകയില്ല, ഇതിനകത്ത് തീരുമാനം എടുക്കുകയില്ല, അത് കയ്യിൽ വെച്ചുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് പലപ്പോഴും ഹൈക്കോടതികളിലൊക്കെ വലിയ രീതിയിൽ വേക്കൻസീസ് ഒക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടാനുള്ള കാരണം ഇതാണ്, ഇത്തരത്തിലുള്ള അപ്പോയിന്റ്മെന്റുകൾ നടക്കാത്തതുകൊണ്ടാണ്. അപ്പോൾ ഈ കൊളീജിയം സിസ്റ്റം നേരിട്ടിരുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു ക്രിറ്റിസിസം എന്ന് പറയുന്നത് ഇതിനകത്തുള്ള ലാക്ക് ഓഫ് ട്രാൻസ്പെറൻസിയാണ്. ഇപ്പോൾ ഈ കൊളീജിയം സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പോൾ സുപ്രീം കോടതി ഈ കൊളീജിയം ചേർന്നുകൊണ്ട് സുപ്രീം കോടതിയിലേക്കോ ഹൈക്കോർട്ടിലേക്കോ ഉള്ള ജഡ്ജിമാരെ റെക്കമെൻഡ് ചെയ്യുന്ന സമയത്ത് അതുമായിട്ട് ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ വെബ്സൈറ്റിനകത്ത് ഈ കൊളീജിയം ഒരു പ്രസ് റിലീസ് ഇറക്കാറുണ്ട്, അല്ലെങ്കിൽ ഒരു അവരെ ഇന്നൊരു തീരുമാനം എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു പ്രസ് റിലീസ് പബ്ലിഷ് ചെയ്യാറുണ്ട്. അതായത് ഇന്നയാളെ സുപ്രീം കോർട്ടിലേക്കോ അല്ലെങ്കിൽ ഹൈക്കോർട്ടിലേക്കോ ജഡ്ജായിട്ട് അപ്പോയിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊളീജിയം റെക്കമെൻഡ് ചെയ്തു എന്ന് പറയും.
പക്ഷേ എന്ത് ക്രൈറ്റീരിയ വെച്ചിട്ടാണ്, അല്ലെങ്കിൽ ഇപ്പോൾ നമുക്കറിയാം സുപ്രീം കോർട്ടിലേക്കും ഹൈക്കോർട്ടിലേക്കുള്ള ജഡ്ജിമാരുടെ ക്വാളിഫിക്കേഷൻ മീറ്റ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുടെ പേര് ഈ കൊളീജിയത്തിന് മുന്നിലുണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് ഒരു പെർട്ടിക്കുലർ ആളെ എന്ത് ക്രൈറ്റീരിയ വെച്ചിട്ട് ചൂസ് ചെയ്തു എന്നുള്ളൊരു ചോദ്യമുണ്ട്. അപ്പോൾ ഇതറിയണമെങ്കിൽ ഈ കൊളീജിയത്തിനകത്ത് നടന്നിട്ടുള്ള ഡെലിബറേഷൻസ് അല്ലെങ്കിൽ ഇവർക്കിടയിൽ നടന്നിട്ടുള്ള ചർച്ചകൾ പുറത്തു വരണം. സോ ആ ചർച്ചകൾ ഒരിക്കലും പുറത്തു വരാറില്ല. ഓക്കെ, അപ്പോൾ അതിനകത്ത് തന്നെ അതുകൊണ്ട് തന്നെ ഇതിനകത്തൊരു ട്രാൻസ്പെറൻസിയുടെ ഇഷ്യൂ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ജുഡീഷ്യറിയുടെ ഭാഗമായിരുന്ന ജഡ്ജിമാരായിരുന്ന പല ആളുകളും ഈ കൊളീജിയം സിസ്റ്റത്തിനെതിരായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. ഇത് വലിയ ഇതിൽ ക്രിറ്റിസിസം ഫേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തൊരു ട്രാൻസ്പെറൻസി കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് 2014-15 സമയത്ത് ഇന്ത്യൻ പാർലമെന്റ് ഒരു 99th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് പാസ്സാക്കുന്നത്. അപ്പോൾ ഈ 99th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ടിലൂടെ ആർട്ടിക്കിൾ 124A എന്ന് പറയുന്ന പുതിയൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻ അല്ലെങ്കിൽ പുതിയൊരു ആർട്ടിക്കിൾ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ആഡ് ചെയ്തുകൊണ്ട് ഈ കൊളീജിയത്തിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് നാഷണൽ ജുഡീഷ്യൽ അപ്പോയിൻമെന്റ് കമ്മീഷൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ NJAC എന്ന് പറയുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിനെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നാഷണൽ ജുഡീഷ്യൽ അപ്പോയിൻമെന്റ് കമ്മീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ജഡ്ജിമാരുടെ അപ്പോയിൻമെന്റുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യൻ പ്രസിഡന്റിന് പേരുകൾ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ആയിരിക്കും NJAC എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ NJACക്കകത്ത് മൊത്തം 6 മെമ്പേഴ്സാണ് ഈ പ്രപ്പോസ്ഡ് NJACക്കകത്ത് ഉണ്ടായിരുന്നത്. ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ, 2 സീനിയർ മോസ്റ്റ് ജഡ്ജിമാർ, യൂണിയൻ ലോ മിനിസ്റ്റർ, അതുകൂടാതെ 2 ഔട്ട്സൈഡേഴ്സും അല്ലെങ്കിൽ ഈ പറയുന്ന 2 എമിനന്റ് പേഴ്സണാലിറ്റീസും ആയിരുന്നു. പക്ഷേ ഇത് ഇന്ത്യൻ ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചറിനെ വയലേറ്റ് ചെയ്യുന്നു എന്നുള്ള കാരണം പറഞ്ഞുകൊണ്ട് 2015 വന്നിട്ടുള്ള ഒരു സുപ്രീം കോർട്ട് അഡ്വക്കേറ്റ്സ് ആൻഡ് റെക്കോർഡ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു കേസുണ്ട്. അതിനെ ചില ആൾക്കാർ 4th ജഡ്ജസ് കേസ് എന്നൊക്കെ വിളിക്കാറുണ്ട്. ആ കേസിലൂടെ സുപ്രീം കോടതി സ്ട്രക്ക് ഡൗൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതോടുകൂടി ഈ 99th അമെൻമെന്റ് ആക്ട് ഭരണഘടനാ വിരുദ്ധമാണ്, അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണെന്ന് പറഞ്ഞുകൊണ്ട് സ്ട്രക്ക് ഡൗൺ ചെയ്യപ്പെട്ടു. അതോടുകൂടി ഈ കൊളീജിയം സിസ്റ്റം ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് കൊളീജിയത്തെ കുറിച്ച് പറയാനുള്ളത്. ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് ഷാങ്ക്രീല ഡയലോഗിനെ കുറിച്ചാണ്. അപ്പോൾ ഈ ഷാങ്ക്രീല ഡയലോഗുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിന്റെ പേജ് 14 ഇപ്പോൾ ചൈന US മിലിറ്ററി ചീഫുമാർ അല്ലെങ്കിൽ അവരുടെ ഡിഫൻസ് ഡിപ്പാർട്ട്മെന്റ് ഹെഡ്മാർ തമ്മിലുള്ള ഒരു ചർച്ചയെക്കുറിച്ചൊക്കെയുള്ള വാർത്ത വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഈ ഷാങ്ക്രീല ഡയലോഗിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ ഷാങ്ക്രീല ഡയലോഗ് എന്ന് പറയുന്നത് നമ്മുടെ ഏഷ്യയിലെ ഒരു പ്രീമിയർ ഡിഫൻസ് സമ്മിറ്റ് ആണെന്ന് മനസ്സിലാക്കുക. പ്രീമിയർ ഡിഫൻസ് സമ്മിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മ്യൂണിക് സെക്യൂരിറ്റി കോൺക്ലേവ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് യൂറോപ്പിൽ നടക്കുന്ന ഒരു സെക്യൂരിറ്റി സമ്മിറ്റ് ഉണ്ട്. അതിന് സമാനമായിട്ട് രീതിയിൽ നമ്മുടെ ഏഷ്യയിലെ ഒരു പ്രീമിയർ ഡിഫൻസ് സമ്മിറ്റാണ് ഈ ഷാങ്ക്രീല ഡയലോഗ് എന്ന് പറയുന്നത്. ഇതൊരു ട്രാക്ക് 1 ഇന്റർ ഗവൺമെന്റൽ സെക്യൂരിറ്റി കോൺഫറൻസ് ആയിട്ടാണ് കണക്കാക്കുന്നത്. ട്രാക്ക് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റ് മിഷനറിയുടെ ഭാഗമായിട്ടുള്ള അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഭാഗമായിട്ടുള്ള ആളുകളാണ് ഇതിനകത്ത് പങ്കെടുക്കുക. ഡിഫൻസ് മിനിസ്റ്റേഴ്സ്, അതുപോലെ തന്നെ ഈ മിലിറ്ററി ചീഫുമാർ, ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെയാണ് ഇതിനകത്ത് പങ്കെടുക്കുന്നത്. അപ്പോൾ ഒരു ഡിഫൻസ് ഡിപ്ലോമസിയുടെ ഒക്കെ ഭാഗമായിട്ടാണ് ഈ ഷാങ്ക്രീല ഡയലോഗിനെ കണക്കാക്കുന്നത്. പക്ഷേ ഇതൊരു ഗവൺമെന്റ് അല്ല ഷാങ്ക്രീല ഡയലോഗ് ഓർഗനൈസ് ചെയ്യുന്നത്. ഇത് ഓർഗനൈസ് ചെയ്യുന്നത് ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്ട്രാറ്റജിക് സ്റ്റഡീസ് എന്ന് പറയുന്ന ഒരു ലണ്ടൻ ബേസ്ഡ് അല്ലെങ്കിൽ UK ബേസ്ഡ് ആയിട്ടുള്ള ഒരു തിങ്ക് ടാങ്ക് ഉണ്ട്. ആ ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്ട്രാറ്റജിക് സ്റ്റഡീസ് ആണ് ഈ ഷാങ്ക്രീല ഡയലോഗിനെ ഓർഗനൈസ് ചെയ്യുന്നത്. പക്ഷേ ഇത് ഹോസ്റ്റ് ചെയ്യുന്നത് സിംഗപ്പൂർ എന്ന് പറയുന്ന രാജ്യമാണ്. അതായത് സിംഗപ്പൂരിലുള്ള ഷാങ്ക്രീല എന്ന് പറയുന്ന ഒരു ഹോട്ടലുണ്ട്. ആ ഹോട്ടലിലാണ് എല്ലാ കാലത്തും ഈ ഒരു ഡയലോഗ് നടക്കാറുള്ളത് അല്ലെങ്കിൽ ഈ ഒരു സമ്മിറ്റ് നടക്കാറുള്ളത്. അതുകൊണ്ടാണ് ഇത് ഷാങ്ക്രീല ഡയലോഗ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഇത് ഒഫീഷ്യലി ആ കാലഘട്ടത്തിൽ ഇത് 2002 സ്റ്റാർട്ട് ചെയ്യുന്നത്. 2002 സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇത് അറിയപ്പെട്ടുകൊണ്ടിരുന്നത് ഏഷ്യ സെക്യൂരിറ്റി സമ്മിറ്റ് എന്നുള്ള പേരിലാണ്. പക്ഷെ അൺഒഫീഷ്യലി അറിയപ്പെടുന്നത് ഈ ഒരു ലൊക്കേഷൻ വെച്ചിട്ട് ഷാങ്ക്രീല ഡയലോഗ് എന്നുള്ള പേരിലാണ്. ഓക്കെ, ഇനി ഈ പറയുന്ന ഈ ഡയലോഗ് നോർമലി ഞാൻ നേരത്തെ പറഞ്ഞ ഈ സമ്മിറ്റ് ആനുവലി നടക്കുന്നതാണ്. പക്ഷേ 2020-21 നടന്നിട്ടുണ്ടായിരുന്നില്ല COVID-19 കാരണം. ബാക്കിയുള്ള എല്ലാ വർഷങ്ങളും 2002 തൊട്ട് ഇത് നടക്കാറുണ്ട്. ഇപ്പോൾ 21ാമത്തെ എഡിഷൻ എന്തോണ് ഈ വർഷം നടക്കുന്നത്. അപ്പോൾ ഈ ഡയലോഗ് കോമൺലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അറ്റൻഡ് ചെയ്യാറുള്ളത് ഡിഫൻസ് മിനിസ്റ്റേഴ്സ്, അതുപോലെ തന്നെ പെർമനന്റ് ഹെഡ്സ് ഓഫ് മിനിസ്ട്രീസ്, മിലിറ്ററി ചീഫ്സ്, ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെയാണ് ഇത് പ്രധാനമായിട്ട് അറ്റൻഡ് ചെയ്യാറുള്ളത്. പിന്നെ ഏഷ്യ പസഫിക് റീജിയനിലുള്ള രാജ്യങ്ങളാണ് ഇത് അറ്റൻഡ് ചെയ്യാറുള്ളതെന്ന് അറിഞ്ഞിരിക്കുക. ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് നാഷണൽ ഗ്രീൻ ട്രിബ്യൂണലിനെ കുറിച്ചാണ്. അപ്പോൾ നാഷണൽ ഗ്രീൻ ട്രിബ്യൂണലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ടോപ്പിക് നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ള കാരണം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിന്റെ പേജ് 9 ഒരു വാർത്ത വന്നിട്ടുണ്ട്. അതായത് അസാമിൽ ഒരു കമാൻഡോ ക്യാമ്പ് അവിടുത്തെ ഒരു ഫോറസ്റ്റ് ലാൻഡ് കൈയേറിയാണ്ട് നിർമ്മിച്ചു എന്നുള്ള അല്ലെങ്കിൽ ഇതിനെ വയലേറ്റ് ചെയ്ത് നിർമ്മിച്ചു എന്നുള്ള ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഈ എൻവയോൺമെന്റൽ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു അപ്പെക്സ് ട്രിബ്യൂണലാണെന്ന് മനസ്സിലാക്കുക. ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി കൂടിയാണ്. കാരണം 2010 ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയിട്ടുള്ള നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ ആക്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് നിലവിൽ വരുന്നത്. അപ്പോൾ ഈ നാഷണൽ ഗ്രീൻ ട്രിബ്യൂണലിന്റെ ഒരു ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ഇതിന്റെ ഒരു എയിം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിൽ എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷന്, അതുപോലെ തന്നെ